സീതാദേവി ആ അമ്മ ഇരിക്കുന്നത് ശൃണുസുമുഖി കണ്ടിട്ട് ഈ രാവണൻ എന്തെന്നില്ലാത്തൊരു പ്രയാസം തലകുമ്പിട്ടിരിക്കുന്ന ഇവളോട് ശൃണുസുമുഖി തവചരണ നളിനദാസുസ്മ്യഹം ശോഭനശീലേ പ്രസീത പ്രസീതമേ. രണ്ടർത്ഥത്തിൽ ഈ പ്രയോഗങ്ങൾ എടുക്കണം. അല്ലയോ സീതാദേവി, നിന്റെ ദാസനാണ് ഞാൻ. അത് പ്രാപഞ്ചികമായിട്ടുള്ള അർത്ഥത്തിൽ, ലൗകികമായിട്ടുള്ള അർത്ഥത്തിൽ എടുക്കാം. ഇനി അലൗകികമായിട്ടുള്ള അർത്ഥത്തിൽ എടുത്താലോ, അല്ലയോ ദേവി, നീ വാസ്തവത്തിൽ ഈ ആധ്യാത്മികമായിട്ടുള്ള ദൃഷ്ടിയിൽ നീ പരമ്പൊരുളാണ്. നിന്റേതായിട്ടുള്ള എല്ലാം എനിക്കറിയാം. നിന്റെ ദാസനാണ് ഞാൻ, ദേവിയുടെ ഭക്തനാണ് എന്നുമായി കൂടെ. ശൃണുസുമുഖി തവചരണ നളിനദാസുസ്മ്യഹം ശോഭനശീലേ പ്രസീത പ്രസീതമേ. നിഖില ജഗതദിവസുരേശമാലോക്യമാം നിന്നിലേ നീ മറഞ്ഞ് എന്തിരുന്നിടുവാൻ. അടുത്ത ചോദ്യം. ഇപ്പൊ രാവണൻ നിസാരക്കാരനല്ല. രാവണൻ ചോദിക്കുന്നത് നിന്നിലേ നീ മറഞ്ഞ് എന്തിരുന്നിടുവാൻ. എന്തുകൊണ്ടാണ് നീ തലകുമ്പിട്ടിരിക്കുന്നതെന്ന ലൗകികമായിട്ടുള്ള ഭാഷ. തലകുമ്പിട്ട് രണ്ട് തുടകളുടെ ഇടയിൽ ഇങ്ങനെ വെച്ചിരിക്കുന്നത് നിന്നിലേ നീ മറഞ്ഞ്. പക്ഷെ അതിന്റെ ആന്തരികാർത്ഥം ഒന്ന് ചിന്തിച്ചു നോക്കൂ. രാവണൻ വേദാന്തിയാണ്. വേദാന്തിയായിട്ടുള്ള ശൈവനായിരിക്കുന്ന, ഭക്തനായിരിക്കുന്ന, ബ്രാഹ്മണനായിരിക്കുന്ന രാവണൻ ആ പറഞ്ഞ പ്രയോഗത്തിൽ നിന്നിലേ നീ മറഞ്ഞെന്തിരുന്നിടുവാൻ. നിന്നിലെ നീ ആരാ? നിന്നിലെ നീ എന്ന് പറയുന്ന ഈ ശരീരമല്ല, നിന്നിലെ നീ എന്ന് പറയുന്ന ആത്മസ്വരൂപത്തെ, നിന്നിലെ നീ എന്ന് പറയുന്ന ഈ വേദസ്വരൂപത്തെ, അറിവിന്റെ ആ സ്വരൂപത്തെ അതിനെ മറച്ചു വെച്ചുകൊണ്ടെന്നാണ് അമ്മ ഇങ്ങനെ ഇരിക്കുന്നതെന്ന് രണ്ട് ഭാവത്തിൽ ചിന്തിക്കണം. നിന്നിലേ നീ മറഞ്ഞെന്തിരുന്നിടുവൻ. എന്നിട്ട് ത്വരിതമതി കുതുകമുട നോക്കിയിടുമം ത്വൽക്കരമാനസൻ എന്നറിഞ്ഞിടു നീ എന്നറികന്ന നീ. അപ്പൊ നിന്റെ മനസ്സെങ്ങനെയാണോ, നിന്റെ ഇംഗിതത്തിന് വഴങ്ങുന്ന ഒരു ദാസനാണ് ഞാൻ. ദാസഭാവം നല്ലതാ. ശ്രവണം, കീർത്തനം, വിഷ്ണു സ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, പിന്നെ സഖ്യം, പിന്നെ ആത്മനിവേദനം. അപ്പൊ എല്ലാ തരത്തിൽ നവവിധ ഭക്തിമാർഗത്തിൽ ദാസനാകുക. ആ ദാസഭാവമാണ് ഹനുമാന്റേത്. അല്ലയോ ഭഗവാനെ ശ്രീരാമചന്ദ്ര, നീ യജമാനനാണ്, അപ്പോൾ ഞാൻ ദാസനാണ്. യജമാനായിരിക്കുന്ന നീ, ദാസനായിരിക്കുന്ന ഞാനും ധ്യാന മുഹൂർത്തത്തില് രണ്ട് എഴുതിച്ചേർന്ന് ഒന്നാകുമ്പോ നീ യജമാനുമല്ല, ഞാൻ ദാസനുമല്ല. അപ്പൊ ഈ ദാസഭാവത്തിൽ ഇരുന്നുകൊണ്ട് ദേവനെ സ്വീകരിച്ച് സേവിച്ച് രണ്ട് എഴുതിച്ചേരുന്നൊരവസ്ഥയിലേക്ക് എത്തും. ഇവിടെ ഈ പറയുന്ന രാവണൻ ദുഷ്ടനായിരിക്കുന്ന ഒരു അസുരനാണെന്ന് പറയാൻ പറ്റാത്ത രീതിയിലാണ് തുഞ്ചത്തിരാമാനുജൻ എഴുത്തച്ഛന്റെ പരിഭാഷ. അത് വളരെ ഗതമാനസൻ എന്ന അറിക എന്ന നീ, നിന്റെ ഇഷ്ടം എന്താണോ അതുപോലെ തന്നെ ചെയ്യാൻ ഞാൻ തയ്യാറാണ്. അതിനും പല പല അർത്ഥങ്ങളുണ്ട്. നിനക്കെന്താ വേറെ വീട് വെച്ച് തരണോ? തരാം. ഈ ആധുനിക ഭാഷയിൽ വരുമ്പോൾ അങ്ങനെയുള്ളോ. നിനക്ക് വേറെ ബാങ്ക് അക്കൗണ്ട് വേണോ? തരാം. അപ്പൊ അങ്ങനെയുള്ള അർത്ഥം കൊടുക്കാതെ ഇതിനകത്ത് അല്ലയോ ഭഗവതി, നിന്റെ ഇഷ്ടം നടക്കട്ടെ എന്ന് യഥേച്ഛസി തഥാ കുരു എന്ന് ഈ പറയുന്ന അപരാധഭഞ്ജന സ്തോത്രത്തിൽ ഭഗവതിയോട് ആചാര്യസ്വാമികൾ പറയുന്നുണ്ട്. അപ്പൊ എല്ലാ തരത്തിലും നമ്മൾ ഭഗവതി എന്നുള്ള മട്ടിൽ കണ്ടുകൊണ്ട് പറയുന്ന പോലെ തോന്നും. എന്നിട്ട് ഭവതി തവരമണമപി ദശരഥ തനോജനെ പാർത്താൽ ചിലർക്ക് കാണാം ചിലപ്പോഴെടോ. വേദാന്തമല്ലേ? അപ്പൊ ഈ രാവണൻ ഇങ്ങനെ ക്രുധൻ അല്ലെങ്കിൽ ക്രൂരൻ അല്ലെങ്കിൽ വൃത്തികെട്ടവൻ, രാക്ഷസൻ എന്നെല്ലാം പറയുന്ന ഇയാൾ ദേവിയോട് പറയുന്നതെന്ന് പാർത്താൽ ചിലർക്ക് കാണാം ചിലപ്പോഴെടോ. അപ്പൊ ഈശ്വരനെ അങ്ങനെ പെട്ടെന്നൊന്നും പിടികിട്ടുകയില്ല. അപ്പൊ ഈശ്വരനാണ് നിന്റെ ഭർത്താവ് എന്ന് ധരിപ്പിക്കുന്ന രീതിയിൽ നിന്റെ ഭർത്താവിനെ അങ്ങനെ എളുപ്പത്തിലൊന്നും കണ്ടുപിടിക്കാൻ കഴിയില്ല. ഇൻവിസിബിൾ ആണ്. അപ്പൊ അദൃശ്യമായിട്ടുള്ള ആത്മസ്വരൂപം അല്ലെങ്കിൽ അത്തരത്തിലുള്ള പരമാത്മസ്വരൂപം, അതാണ് നിന്റെ ഭർത്താവ് എന്ന് പറഞ്ഞിട്ട് പല സമയമഖില ദിശി നന്നായി തിരകിലും ഭാഗ്യവതാമപി കണ്ടുകിട്ടാചരം. നമ്മൾ വളരെ പാടുപെട്ടിട്ട് ഈ ലോകം മുഴുവൻ ഇങ്ങനെ തെരഞ്ഞു കടന്നാൽ ഭാഗ്യമുണ്ടെങ്കിൽ ഒരു പക്ഷേ കിട്ടിയെന്ന് വരാം. അപ്പൊ അത്രമാത്രം അസുലഭം അല്ലെങ്കിൽ ദുർലഭം. അപ്പൊ എല്ലാ തരത്തിലും കിട്ടാൻ ബുദ്ധിമുട്ടുള്ള സാധനമാണ് ഈ പറയുന്ന ഈശ്വരതത്വം എന്നുകൂടി പറയുന്ന വേദാന്തി. എന്നിട്ടോ സുമുഖി ദശരഥ തനയാൽ നിനക്കേതുമേ സുന്ദരി കാര്യമില്ലെന്നു ധരിക്ക നീ. പ്രാപഞ്ചിക ഭാഷയില് അയാൾ പോയി. നിന്റെ ഭർത്താവായി പറയുന്ന രാമൻ ഇനി വരില്ല. അയാൾ എവിടെയാണോ ആവോ, ഞാൻ നിന്നെ എങ്ങോട്ടേക്ക് കൊണ്ടുപോകുമോ, പിന്നെ അവനെ ചിന്തിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല എന്ന്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ദൃഷ്ടികൾ പരിശോധിക്കുമ്പോൾ കണ്ടുകെട്ടാൻ ബുദ്ധിമുട്ടുള്ള ഈശ്വര സ്വരൂപമാണ് രാമൻ. അതിനെ കാത്തുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല എന്ന്. ഇനി ഒരു പൊഴുതും അവന് പുനരൊന്നിലും ആശയില്ല, ഓർത്താലൊരു ഗുണം ഇല്ല അവനോമലേ. ശരിയല്ലേ? പരമാത്മസ്വരൂപനാണെങ്കിൽ ഈശ്വരനാണെങ്കിൽ അയാൾക്ക്
ഒരാശയമില്ല, എന്തെങ്കിലും വേണമെന്നുള്ള ആഗ്രഹവും ഇല്ല. അദ്ദേഹം നിർഗുണനാണ്, നിരപവനാണ്, നിർമ്മമനാണ്, നിസ്സംഗനാണ്. ഇങ്ങനെയുള്ള കഥാപാത്രം ഓർത്താലൊരു ഗുണം ഇല്ലവനോമലെ നിർഗുണനാണ്. അപ്പോൾ നിർഗുണനായിരിക്കുന്ന നിന്റെ രാമൻ എന്ന് പറയുന്ന ഭർത്താവ് നിന്നെ ഇനി സ്വീകരിക്കാനായിട്ട് വരുമെന്ന് തോന്നുന്നില്ല. കാരണം എന്താ, അയാൾക്ക് അന്നിലും യാതൊരു താല്പര്യമില്ലാത്ത ഈശ്വരനാണ്. എന്നിട്ട് വീണ്ടും ഇങ്ങനെ തുടർന്നു പോയിട്ട് പറയുന്നു, ശോഭജനോരവനിസുരവരനും അവനൊക്കും. ഈ പറയുന്ന ശോഭജൻ എന്ന് പറയുന്ന ഒരു ചണ്ടാളൻ, ചണ്ടാളൻ എന്ന് പറഞ്ഞാൽ സംസ്കാരമില്ലാത്ത ഈ പ്രപഞ്ചത്തിൽ അതുവിധമെല്ലാം തന്നെ നിന്നും കഴിച്ചും കാലം കൂട്ടുന്ന അത്തരത്തിലൊരു വ്യക്തിയും, അതുപോലെ ഒരു അവനിവരൻ, ഒരു ബ്രാഹ്മണൻ. അപ്പൊ ബ്രാഹ്മണനെയും ചണ്ടാലനെയും ഒപ്പം നിർത്തിയാൽ രണ്ടുപേരെയും ഒരുപോലെ കാണുന്നവനാണ് നിന്റെ ഭർത്താവ്. അപ്പൊ പിന്നെ വേറെ കൂറില്ല. അങ്ങനെ ഭേദമായിട്ട് യാതൊന്നുമില്ലാത്ത അയാൾ, ശ്വാക്കളും കൊക്കളും ഭേദമില്ലേതുമേ, പട്ടികളെയും അതുപോലെ പശുക്കളെയും വേറിട്ട് കാണാത്ത നിന്റെ ഭർത്താവ്, ഭവതിയെയും ഒരു ശബരതരുണിയെയും ആത്മന പാർത്തു കണ്ടാൽ അവനില്ല ഭേദം പ്രിയെ. ഇനി നിന്നെ കണ്ടു എന്നിരിക്കട്ടെ, നിന്നോടൊപ്പം ഒരു കാട്ടാള സ്ത്രീയെ കണ്ടു എങ്കിൽ ആ കാട്ടാള സ്ത്രീയും നീയും തമ്മിൽ അയാൾക്ക് യാതൊരു ഭേദവുമില്ല എന്ന് പറയുമ്പോൾ നിന്നോട് പ്രത്യേകിച്ച് മമതയും നിന്നോട് പ്രത്യേകിച്ച് ഒരു കൂറും നീ ഭാര്യയാണെന്നുള്ള ചിന്തയും അവനില്ല എന്ന പ്രാപഞ്ചിക ദൃഷ്ടിയിൽ. പക്ഷെ ആധ്യാത്മിക ദൃഷ്ടിയിലും വളരെയേറെ കാര്യങ്ങൾ പറയുന്ന ഒരു രംഗം. ഇങ്ങനെ ആ പറയുന്ന സുന്ദരനായിരിക്കുന്ന അഴകിയ രാവണൻ ഇതെല്ലാം തന്നെ പറയുന്നത് മരക്കൊമ്പിലിരുന്ന് കേട്ടു. ആ കേട്ടിട്ടാണ് താഴത്തേക്ക് ഇറങ്ങി വരുന്നത് ഈ ഹനുമാൻ. കൃമിക്ക് സദൃശം, കീടത്തിന് സദൃശം, വളരെ ചെറിയ ഒരു ശരീരത്തോടുകൂടി അവിടെ ഉണ്ടായിരുന്ന അയാൾ താഴത്തേക്ക് ഇറങ്ങി. എന്നിട്ട് ഉഷസി നിശിചരികൾ ഇവരുടലുമമ ഭക്ഷിക്കുമൊറ്റവരായിട്ടൊരുത്തരുവില്ലമേ. സുന്ദരനായിരിക്കുന്ന അഴകിയ രാവണൻ വന്ന് പ്രേരിപ്പിക്കുകയും പ്രലോഭിപ്പിക്കുകയും ഒക്കെ ചെയ്ത് ദുഷ്ടരാക്ഷസ സ്ത്രീകളെ ചുറ്റുവരുത്തി കാവലൊക്കെ ഏർപ്പാട് ചെയ്തു പോയപ്പോൾ ഒറ്റയ്ക്കിരുന്നുകൊണ്ട് കരയുന്ന ഈ സീതാദേവി, എന്നെ രക്ഷിക്കാൻ ആരുമില്ലല്ലോ, രാമനാണെങ്കിൽ മറന്നുപോയോ എന്നുള്ള ചിന്തയിൽ ഇരിക്കുമ്പോഴാണ് കിമിതിരി കുകുലവരചരിത്രം ക്രമേണമേ കീർത്തിച്ചിത് ആകാശമാർഗേ മനോഹരം. ഞാനിതെന്താ കേട്ടത്? പിച്ചമ്പയും പറയുന്നത് കേട്ടാണോ, അല്ലെങ്കിൽ ഉറക്കത്തിന്റെ പോരായ്മ കൊണ്ട് വല്ലതും കേട്ടതാണോ, അല്ലെങ്കിൽ ഭ്രമമാണോ, ഭ്രാന്തിയാണോ, എന്താണെന്നറിയില്ല. രഘുവരനെ സംബന്ധിച്ച്, രാമനെ സംബന്ധിച്ച് ആരും ഇങ്ങനെ പുകഴ്ത്തുന്നത് കേട്ടു. എന്നിട്ട് പറയുകയാണ്, പവനനൊരു കൃപയോടെ പറഞ്ഞ് കേൾപ്പിക്കയോ വൈദേവൻ, എന്നോട് ഏതോ നീട്ടിങ്ങനെ പറഞ്ഞ് കേൾപ്പിക്കുന്നതോ പാപിയാം എന്നോട് മാനസഭ്രാന്തിയോ. അപ്പൊ ഈ കേട്ട കാര്യങ്ങളെല്ലാം തന്നെ സത്യമാണോ, അതേപോലെ തോന്നലാണോ എന്നുള്ള ചിന്തയിൽ അവിടെ ഇരിക്കുന്ന സീതാദേവി. അങ്ങോട്ടേക്കാണ് വാസ്തവത്തിൽ ഇദ്ദേഹം ഇറങ്ങി വരുന്നത്. ശൃണസുമുഖി നിഖിലം അഖിലേശ വൃത്താന്തവും ശ്രീരാമദേവനാണ് സത്യമോമലേ ഭവതി പതി വചനമവലംബ്യരണ്ടംഗമാൽ ആശ്രയാശങ്കലും നാശ്രമത്തിങ്കലും മരുവിനതു പൊഴുതിലൊരു കനകമൃഗമാലോക്യ മാനിന ബിംബേ നടന്നോ രഘുപതി നിശിതതര വിശിഖഗണപാപവുമായി ചാപവുമായി ചെന്ന നീജന മാരീജനെ കൊന്നു രാഘവൻ. ചില കഥകളെല്ലാം തന്നെ ഇങ്ങനെ പറഞ്ഞു കേൾപ്പിക്കുന്നു. ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് ഞാൻ അന്യനല്ല, ഞാൻ രാക്ഷസന്മാരിൽ ഒരുത്തൻ പറ്റിക്കാൻ വന്നവനല്ല, ഞാൻ വാസ്തവത്തിൽ രാഘവന്റെ ദൂതനാണ് എന്ന് പറയാനായിട്ട് ഈ പറയുന്ന ഹനുമാൻ സ്വാമി കിട്ടിയ അവസരം ഇങ്ങനെ ഒരുക്കുകയാണ്. ഞാൻ തന്നെയാണ് ഇതെല്ലാം തന്നെ പറഞ്ഞത്, ഞാൻ തന്നെയാണ് ഈ പറയുന്നതും. വാസ്തവത്തിൽ ഞാൻ മറ്റാരുമല്ല. തപനസുത ഗൃഹണീയ ബലാലടക്കിക്കൊണ്ട് താരാപതിയെ വധിച്ചു രഘുത്തമൻ. ഭഗവാൻ ഇടക്കാലത്ത് ചെയ്ത പ്രവൃത്തികളും സ്മരിച്ചു. സുഗ്രീവനുമായിട്ട് സഖ്യം, എന്നിട്ട് മാലിയെ നിഗ്രഹിച്ച കഥയും പറഞ്ഞു. പ്ലവകുല പരിവൃഢരെ 4 ദിക്കിങ്കലും പ്രത്യേകമേകൈക ലക്ഷം നിയോഗിച്ചാൽ ഈ കൊരങ്ങന്മാരെ 4 ദിക്കിലേക്കും വളരെയേറെ ഇങ്ങനെ പറഞ്ഞു വിട്ട കൂട്ടത്തിൽ അത് പൊഴുതൊരു ഗുപതിയും അരിയോടരികെ വിളിച്ച് അങ്കുലീയം മമ കയ്യിൽ നൽകിയിടിനാൻ. കണ്ടമാനം കൊരങ്ങന്മാരുണ്ടെങ്കിലും എന്നോടെന്തോ ഭഗവാൻ വിളിച്ച് അരികിൽ നിർത്തിയിട്ട് ഭഗവാന്റെ ആ മോതിരം വിളിക്ക് തന്നു. എന്നിട്ടോ ഇത് ജനക നിർമ്മതി മകൾ കയ്യിൽ കൊടുക്ക നീ നമ്മുടെ നാമാക്ഷരാന്യതം എന്നോട്. പിന്നെയും എന്റെ നാമമെല്ലാം തന്നെ ഇങ്ങനെ എഴുതിപ്പിടിപ്പിച്ചിട്ടുള്ള ഈ അങ്കുലീയം അത് നീ സീതാദേവിക്ക് കൊടുക്കുക എന്ന് കൂടി പറഞ്ഞു എന്ന് വിശ്വാസം വന്നു. അപ്പൊ ഈ എല്ലാ തരത്തിലെയും വായുപത്രനെ ഏൽപ്പിച്ച ഈ സംഗതികൾ കാണിച്ചു കൊടുക്കുകയും കാര്യങ്ങൾ ധരിപ്പിക്കുകയും ചെയ്തപ്പോൾ സപതിതവ മനസി ഒരു വിശ്വാസ സിദ്ധയെ സന്തതം ചൊന്നാൾ അടയാളവാക്യവും എന്ന് പറഞ്ഞിട്ട് അടയാളവാക്യം സംഭവിച്ച ഒരു കഥയും കൂടി അങ്ങോട്ട് പറഞ്ഞു.
അപ്പൊ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്ന അങ്കുലീയം അത് കാണിച്ചു കൊടുക്കുകയും അതോടൊപ്പം തന്നെ ഈ പറയുന്ന പുനരധിക വിനയമുടെ തൊഴുത് ആദരാൽ പിന്നോക്കിൽ വാങ്ങി വണങ്ങി നിന്നിടിനാൻ. രാമചന്ദ്രൻ പറഞ്ഞ കഥയുമെല്ലാം തന്നെ പറഞ്ഞു കേൾപ്പിച്ചു. അദ്ദേഹത്തിന്റെ മോതിരവും കാണിച്ചു കൊടുത്തിട്ട് പതുക്കെ പുറകോട്ട് ഇങ്ങനെ വാങ്ങി നിന്നു എന്ന് പറഞ്ഞാൽ പിൻവാങ്ങി നിന്നു. അത്തരത്തിൽ നിൽക്കുന്ന ഈ പറയുന്ന ഹനുമാനോട് വാസ്തവത്തിൽ എന്തെന്നില്ലാത്ത താല്പര്യം തോന്നി. അവരിപതി സുതനോട് അടിയൻ ഭവവാർത്തകൾ അങ്ങ് ഉണർത്തിച്ചു കൂടുന്നതിന് മുന്നമേ അവരജനും അഖില കവിബലവുമായി മുതിർന്ന് ആശു വരുവതിനില്ലൊരു സംശയം സുതസജീവ സഹജ സഹിതം ദശഗ്രീവനെ. ഈ പറയുന്ന 10 തലയിലായിരിക്കുന്ന രാവണനെല്ലാം തന്നെ നിഗ്രഹിക്കാൻ നിന്റെ ഭർത്താവും ഞാനും ഞങ്ങളുടെ കൂട്ടത്തിലുള്ള കൊരങ്ങന്മാരുടെ അസംഖ്യം വരുന്ന കവിബലവും ഒക്കെ ഇങ്ങനെ വരും എന്നൊക്കെ പറഞ്ഞപ്പോൾ ഈ ദിവവനതനയവചനേന വൈദേഹിമിത്തിരിനേരം വിചാരിച്ചു മാനസേ ചികുരഭരമതിൽ മരുവും അമല ചൂടാമണി ചിന്മയി മാരുതി കയ്യിൽ നൽകിയിടിനാൾ. അങ്ങോട്ടും ഇങ്ങോട്ടും കൺവേ ചെയ്യുന്നതിന്, ആശയം കൈമാറുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഉപാധിയായിട്ടുള്ള അങ്കുലീയം, രാമന്റേതായിട്ടുള്ള മോതിരം സീതാദേവിക്കും സീതയുടെ ചിഹ്നത്തിൽ തലയിലിരുന്നിരുന്ന ആ ചൂടാമണിയാണെങ്കിൽ ഹനുമാന് കൊടുത്ത് രാമന് കൊടുക്കാനും പറഞ്ഞപ്പോൾ അപ്പോൾ കൊടുക്കേണ്ടതും കിട്ടേണ്ടതും അടയാളവാക്യവും അടയാളവും ഇതെല്ലാം തന്നെ ലഭ്യമാക്കിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് എല്ലാ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കി. ചെറിയ രൂപം കണ്ടപ്പോൾ സംശയമുണ്ടെങ്കിൽ അതും നിവർത്തിച്ചു കൊടുത്തു. തൻ്റെ ഈ ചെറിയ ശരീരമെല്ലാം തന്നെ ബൃഹത്താക്കാൻ യാതൊരു മടിയുമില്ല. അതിനെല്ലാം കഴിവുള്ളവരാണ് ഞങ്ങൾ, ഈ കവി ബലവും കവികുലവും. അങ്ങനെയുള്ള അനേക ലക്ഷം കൊരങ്ങന്മാരുടെ സന്നാഹത്തോടു കൂടിയാണ് വരുന്നത്. വിവിധ ജനക നൃപദുഖി നൃപജനം കേട്ട് വീരനമാരുതപുത്രനം ചൊല്ലിനാൻ ഭവതി പുനരിവിടമരിവീടൊന്നതേതുമേ ഭക്താവറിയായിക കൊണ്ടുവരാഞ്ഞതും ചടിതി വരുമിനി നിശിചരൗഘവും ലങ്കയും ശാഖാമൃഗബലി ഭസ്മമാക്കും ദൃഢം അധിക കൃഷതനുമിക ഭവാൻ കവി വീരരും ഈ വണ്ണമുള്ളവരല്ലയോ ചൊല്ലു നീ. ഇപ്പോഴാ സംശയം. നിന്റെ ഈ ചെറിയ ശരീരം വെച്ച് ഇതുപോലുള്ള കൊരങ്ങന്മാര് ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ള ചോദ്യത്തിന് സംശയത്തിന് നിവൃത്തി വരുത്താൻ ഇത് കരുതുക അകമലിൽ ഇങ്ങനെയുള്ളവരിങ്ങ് 21 വെള്ളം പടവരും. എങ്ങനെയുള്ളവര്? പർവ്വതതുല്യനായി നിന്നാനതിദ്രുതം. വലിയ രൂപത്തിൽ വലിയ പർവ്വതത്തിന് സദൃശമായിട്ട് നിന്നപ്പോ ഇത്തരത്തിലുള്ളവർ കുറച്ചു പേരൊന്നുമല്ല, കണ്ടമാന സൈന്യം, കവിബലം ഉണ്ട്. അത് അവരോട് കൂടിയാണ് ഭഗവാൻ രാമേന്ദ്രൻ വരുന്നത്. രാക്ഷസകുലത്തെ മുച്ചോട് നശിപ്പിച്ച് നിന്നെയും കൊണ്ട് അദ്ദേഹം അയോധ്യയിലേക്ക് പോകും എന്നിങ്ങനെ പറഞ്ഞ് സമാധാനിപ്പിച്ചു കഴിഞ്ഞിട്ടാണ് ഈ പറയുന്ന ദൂതന ഉള്ളിലൊരാശയം. അത് വളരെ രസകരമായിട്ടുള്ളത്. ചെറുതകലയൊരു വിടവിശികരവുമാർന്നവൻ ചിന്തിച്ചു കണ്ടാൽ മനസീചിത ശ്രമം പരപുരിയിലൊരു ദ്രവതികാര്യാർത്ഥമായി അതീപാടവമുള്ളൊരു ദൂതം നിയോഗിച്ചാൽ സ്വയം അതിനൊരഴിനിലയൊഴിഞ്ഞ് സാധിച്ചതസ്വാമി കാര്യത്തിനന്തരവിന്ദിയെ നിജഹൃദയയുടെ അപരമൊരു കാര്യവും നീതിയോടെ ചെയ്തു പോവും. അവനൊത്തവൻ അതിനമുഹുരഹമഖില നിശിജലകുലേശനെ അൻപോട് കണ്ട് പറഞ്ഞു പോയിടണം. അതിന് പെരുവഴിയും ഇത് സുദൃഢമിതി ചിന്ത ചെയ്ത് ആരാമമൊക്കെ പൊടിച്ചു തുടങ്ങിയ. അപ്പൊ ഈ രാവണനെ ചെന്ന് കണ്ട കാര്യം ധരിപ്പിച്ചില്ല എങ്കിൽ ദൂതന്റെ ദൗത്യം പൂർണ്ണമാവുകയില്ല എന്ന് മനസ്സിലാക്കിയ ഇദ്ദേഹം ആ പറയുന്ന ആരാമമെല്ലാം തല്ലി തകർക്കാനായിട്ട് തീരുമാനിച്ചു. അങ്ങനെ ഉടജമല്ല ഈ പറയുന്ന ആരാമമെല്ലാം തന്നെ തല്ലി തകർക്കാനായിട്ട് ഗാർഡൻ ആ പൂന്തോപ്പലിൽ നിന്ന് നശിപ്പിക്കുന്ന രീതിയിലേക്ക് വന്നു. അപ്പോഴാണ് വാസ്തവത്തിൽ അധികം പേര് ഇങ്ങനെ കടന്നു വന്നു. ആ കടന്നു വന്നവരെയെല്ലാം തച്ചു കൊല്ലുന്ന രീതി അക്ഷകുമാരനും അതുപോലെ എത്ര നേതാക്കന്മാർ, ഈ വളരെയേറെ ശക്തിയുള്ള രാക്ഷസന്മാരെ അവരെ എല്ലാം തന്നെ ഇങ്ങനെ അടിച്ചടിച്ചു കൊന്നിട്ട് ഒടുവിൽ ഇന്ദ്രജിത്ത് വന്നപ്പോൾ നിന്നു കൊടുക്കുന്ന രംഗം. പലരെയും കൊന്നു, പലരെയും നിഗ്രഹിച്ചു. രാവണനോട് വിവരം പറഞ്ഞു. രാവണൻ മനസ്സിലാക്കി വെറും കൊരങ്ങനല്ല എന്ന് ധരിച്ചു. അപ്പൊ ഏതായാലും അയാളുടെ മകനായിരിക്കുന്ന ഇന്ദ്രജിത്തിനെ പറഞ്ഞു വിടാം എന്ന് കരുതിയിട്ട് ഇന്ദ്രജിത്ത് വാസ്തവത്തിൽ വന്ന് ഇദ്ദേഹത്തെയും ബന്ധിച്ചു കൊണ്ടുപോവുകയാണ്. അവിടെ അല്പം ഒന്ന് ചിന്തിക്കണം. ഇന്ദ്രജിത്ത് എന്ന് പറയുമ്പോൾ യുദ്ധവേളയിൽ നിങ്ങൾ ചിന്തിക്കേണ്ട വിഷയമാണ്. ഇന്ദ്രജിത്ത് എന്ന് പറയുന്ന ഇന്ദ്രനെ വെന്നവൻ അല്ലെങ്കിൽ ഇന്ദ്രനെ ജയിച്ചവൻ എന്നുള്ള അർത്ഥത്തിലാണ് കഥാപാത്രത്തിന് ആ പേര് കിട്ടിയത്. ഇന്ദ്രൻ ദേവലോകത്തെ ദേവാധിപനാണ്. അദ്ദേഹത്തെ വെന്നു എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ അതിക്രമിച്ചു അല്ലെങ്കിൽ ആക്രമിച്ച് കീഴ്പ്പെടുത്തി. അങ്ങനെ ഇന്ദ്രജിത്ത് എന്ന പേര് കിട്ടി. പക്ഷേ അത് ആധ്യാത്മിക ഭാഷയിൽ അങ്ങനെയല്ല, ഇന്ദ്രിയങ്ങളെ വന്നവൻ. അപ്പോൾ ഇന്ദ്രിയങ്ങളെയെല്ലാം തന്നെ നിഗ്രഹിച്ചവനാണ് ഇന്ദ്രജിത്ത് എന്ന് പറയുന്ന രാവണപുത്രൻ. അയാളെ എളുപ്പമല്ല കീഴടക്കാൻ.
അയാളെ തച്ചു കൊല്ലാനായിട്ട് ഹനുമാന് സാധ്യമല്ല, അല്ലെങ്കിൽ തച്ചു കൊന്നേനെ. അതിനു പകരമായിട്ട് അയാൾ ചെയ്ത ആ ബ്രഹ്മാസ്ത്രം അത് സ്വീകരിച്ചുകൊണ്ട് കടന്നു കൊടുത്തു. അങ്ങനെ ബന്ധനസ്ഥനായി എന്ന് ഭാവിച്ചുകൊണ്ട് രാമൻ ഈ രാവണന്റെ സന്നിധിയിലെത്തിയിരിക്കുകയാണ്. അവിടെയും നമ്മൾ ചിന്തിക്കണം, ഈ പറയുന്ന ഇന്ദ്രജിത്തിനെ കൊല്ലുന്നതാര? രാമൻ കൊല്ലാൻ കഴിഞ്ഞോ? രാമൻ കൊന്നില്ല. രാമൻ കൊല്ലുന്നതിന് വരെ ലക്ഷ്മണകുമാരനെ കൊണ്ട് കൊല്ലിച്ചു. രണ്ട് സന്ദർഭങ്ങൾ നിങ്ങൾ ചിന്തിക്കണം. ജരാസന്ധൻ എന്ന് പറയുന്ന കഥാപാത്രത്തെ കൃഷ്ണാവതാര സമയത്ത് കൃഷ്ണൻ ഉണ്ടെങ്കിൽ തന്നെ കൊല്ലാനായിട്ട് മുതിർന്നില്ല, പകരം ഭീമസേനെ കൊണ്ട് കൊല്ലിക്കുന്നു. ഇവിടെ ഈ രാവണന്റെ പുത്രനായിരിക്കുന്ന ഇന്ദ്രജിത്തിനെ രാമൻ കൊല്ലുന്നില്ല, അവിടെ ലക്ഷ്മണകുമാരനെ കൊണ്ട് കൊല്ലിക്കുന്നു. ഈ രണ്ട് രംഗങ്ങളും നമ്മൾ സമഗ്രമായിട്ട് പഠിക്കേണ്ടതുണ്ട്. ഇന്ദ്രജിത്ത് എന്ന് പറഞ്ഞ ഇന്ദ്രിയങ്ങളെ വെന്നവൻ നമ്മുടെ ഇന്ദ്രിയങ്ങളെയെല്ലാം തന്നെ നിഗ്രഹിച്ചവനാണ്. ഇന്നത്തെ കുട്ടികൾക്കും മുതിർന്നവർക്കും നമുക്കും എല്ലാവർക്കും തന്നെ ഇല്ലാതെ പോയത് ഇന്ദ്രിയ നിഗ്രഹമാണ്. 10-20 വയസ്സ് വരേക്കെങ്കിലും ആ പഠനകാലം ആ മുഴുവൻ തീരുന്നവരേക്കെങ്കിലും ഇണചേർന്ന് നടക്കാതിരിക്കുക. ഇന്ന് പോരുമ്പോൾ വഴിയിലും വെള്ളക്കെട്ടാണെങ്കിലും അവിടെയും കാണാം. വെള്ളക്കെട്ടാണെങ്കിലും യാതൊരു പ്രശ്നമില്ല, അച്ഛനന്മാർ ഇങ്ങനെ ഒഴിഞ്ഞു വിട്ടിരിക്കുകയാണ്. കൊടുങ്ങല്ലൂർക്കുള്ള കോഴി, കൊടുങ്ങല്ലൂർക്ക് കോഴി. അപ്പൊ അത്തരത്തിൽ ഒഴിഞ്ഞു വിട്ടിരിക്കുന്ന നിങ്ങൾ രണ്ടു കൂട്ടര് അല്ലെ വീടും കൂടി ഇല്ലാത്തവരാണോ? അത് അതിൽ ഒഴുകി പോകുന്നതാണോ? ഏതായാലും എറണാകുളത്ത് ഞങ്ങളുടെ നാട്ടിലുമെല്ലാം തന്നെ ഇത് സുലഭ, ഇഷ്ടംപോലെ കാണാറുണ്ട്. ഇങ്ങനെ നടക്കുക. വാസ്തവത്തിൽ 15 വയസ്സ് 16 വയസ്സ് അതിലേറെ നന്നേ LKG ക്ലാസ്സിൽ തുടങ്ങുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പൊ എല്ലാ തരത്തിലും ഈ ചിന്താഗതി പണ്ടില്ല. പണ്ട് പഠിക്കുന്ന കാലഘട്ടത്തിൽ ബ്രഹ്മചര്യ ദീക്ഷ. ഇവിടെ ഇന്ദ്രിയത്തിനെ പറ്റി പറയുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് ഇന്ദ്രിയങ്ങളെ നിഗ്രഹിച്ചവൻ. ഇന്ദ്രിയങ്ങൾ എന്ന് പറയുമ്പോൾ വിഷയവാസനകൾ ജനിക്കുന്ന പഞ്ചേന്ദ്രിയങ്ങളാണ്. പഞ്ചേന്ദ്രിയങ്ങളെ നിഗ്രഹിച്ചവനാണ് ഇന്ദ്രിയത്ത് എന്ന് പറയുമ്പോൾ അതിൽ നിന്നുണ്ടാകുന്ന വിഷം ഭവിക്കുന്ന വിഷയവാസനകൾ അതെല്ലാം തന്നെ വാസ്തവത്തിൽ കൺട്രോൾഡ് ആണ്. ശമം ദമം ഇത്യാദി കാര്യങ്ങൾ നിർവഹിച്ചുകൊണ്ട് യമനിയമാദികളിലൂടെ ശരീരത്തെ മുഴുവൻ അടക്കി ഭരിച്ച് ശരീരത്തിൽ ജനിക്കുന്ന വികാരങ്ങളെയെല്ലാം തന്നെ കീഴ്പ്പെടുത്തിയ ഒരു മഹാനുഭാവനാണ് ഇന്ദ്രജിത്ത്. അതൊന്നുകൂടി നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ച് ഉറപ്പിക്കാൻ പറ്റുമാവോ? നമ്മൾ സാധാരണഗതിയിൽ ഹോമം ചെയ്യുന്നതിന് ഗുരുദേവന്റെ ഹോമമന്ത്രമുണ്ട്. ഗുരുദേവൻ കേട്ടിട്ടുണ്ടോ? ഞങ്ങളുടെ നാട്ടിലൊരു ഗുരുദേവൻ ഉണ്ടായിരുന്നു, ഇവിടെ ഇല്ലെന്നോ അല്ലേ? വടക്കോട്ടേക്കുണ്ട് അദ്ദേഹം. അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ പഞ്ചലോഹ പ്രതിമ വെച്ച തലവഴി വെള്ളം കോരി ഒഴിക്കണ കാണാം. അല്ലെങ്കിൽ വെള്ളം കോരി ഒഴിക്കാൻ പറ്റാത്ത എന്ത് ചെയ്യും? വെള്ളം കോരി ഒഴിച്ചാൽ ചിലപ്പോൾ കുതിർന്നു പോകും. അങ്ങനെയുള്ള വിഗ്രഹങ്ങളുണ്ട്. അപ്പൊ എല്ലാ തരത്തിലും ഗുരുദേവന്റെ പ്രതിമ വയ്ക്കലല്ലാതെ ഗുരുദേവന്റെ ഹോമ മന്ത്രത്തിൽ പറഞ്ഞിരിക്കുന്നത് ഓം അഗ്നേ തവയ തേജസ്ത ബ്രഹ്മം, കത്തിച്ചു വച്ചിരിക്കുന്ന വിളക്കിനെ നോക്കിക്കൊണ്ട് കത്തി കാളുന്ന അഗ്നിയെ നോക്കിക്കൊണ്ട് പറഞ്ഞത്, അല്ലയോ അഗ്നി ഭഗവാനെ, അഗ്നിയെ നീ ബ്രഹ്മമാണ്, നീ ഈശ്വരൻ. അപ്പൊ എല്ലാത്തിനെയും ശുദ്ധീകരിക്കുന്ന, എല്ലാത്തിനെയും ദ്രവിപ്പിക്കുകയും ദഹിക്കുകയും ചെയ്യുന്ന അല്ലയോ അഗ്നേ ഓം അഗ്നേ തവയ തേജസ്ത ബ്രഹ്മം. യെസ്, തേജസ്ത ബ്രഹ്മം, നിന്റെ തേജസ് ബ്രഹ്മം എന്ന് പറഞ്ഞിട്ട് ഈ പറയുന്ന ഇന്ദ്രിയാണി മനോബുദ്ധി നിധി സപ്തജിഹ്വ, 5 ഇന്ദ്രിയങ്ങളോ അതുപോലെ മനസ്സും ബുദ്ധിയും കൂടിയ 7 കൂട്ടം, അതാണ് നിന്റെ നാക്കുകൾ. അഗ്നിക്കുള്ള 7 നാക്കുകൾ ഈ പറയുന്ന പഞ്ചേന്ദ്രിയങ്ങളും മനസ്സും ബുദ്ധിയും 7. എന്നിട്ടാണ് പറയുന്നത് ഈ പറയുന്ന ത്വദീയ ഇന്ദ്രിയാണി മനോബുദ്ധി നിധി സപ്തജിഹ്വ, എന്നിട്ട് എന്റേതായിട്ടുള്ള ഇന്ദ്രിയങ്ങളെ മുഴുവൻ ഞാൻ സമിധ ജുഹോമി, അതിനെ സമിത്താക്കിക്കൊണ്ട് ഹോമിക്കുന്നു. അപ്പൊ ചമതിയാക്കിക്കൊണ്ട് എന്റെ ഇന്ദ്രിയങ്ങളെയും വിഷയവാസനകളെയും പഞ്ചേന്ദ്രിയങ്ങളെയും ജന്യമായിട്ടുള്ള വികാരങ്ങളെയും അതുപോലെ മനസ്സിനെയും ബുദ്ധിയെയും അല്ലയോ ബ്രഹ്മമായിരിക്കുന്ന അഗ്നി ഭഗവാനെ നിന്നിലേക്ക് ആഹൂതി ചെയ്യുന്നു. ത്വന്ന പ്രസീത പ്രസീത, നീ ഞങ്ങളോട് പ്രസാദിക്കണം. ശ്രേയസ പ്രേയസ പ്രേയസ സ്വാഹ, ശ്രേയസും പ്രേയസും ഒക്കെ ഉണ്ടാക്കി തരണം എന്നെല്ലാം പറയുന്ന രീതിയിലേക്ക് വരുമ്പോൾ അഗ്നിയിലേക്ക് നമ്മൾ അതുവിധമെല്ലാം തന്നെ എടുത്ത് ഇങ്ങനെ ഹോമിക്കുമ്പോൾ നിങ്ങൾ നടത്തുന്നില്ലേ 1008 നാളികേരത്തിന്റെ മഹാഗണപതി നടത്തുന്നില്ലേ? ഭ്രാന്ത. എന്റെ നാട്ടിലുണ്ട്, ഞാനും ചെയ്യുന്നുണ്ട്. ഡെയിലി 5 നാളികേരം 5-8 നാളികേരമൊക്കെ ഇങ്ങനെ പൂളി തീയിലേക്ക് ഇടും. കത്തിച്ച് കഴിഞ്ഞിട്ട് അബദ്ധമായി പോയി. എത്ര ദിവസം ചമ്മന്തി ഇറക്കിയായിരുന്നു. ഈ അഗ്നിയിലേക്ക് ഇങ്ങനെ ആഹൂതി ചെയ്യുമ്പോൾ നമ്മൾ ചിന്തിക്കണം, അത് വാസ്തവത്തിൽ ആഹൂതി ചെയ്യപ്പെടുന്ന നമ്മുടെ ശരീരത്തെയാണ്. ബ്രാഹ്മണന്മാർ അല്ലെങ്കിൽ നമ്പൂതിരിയത്തിൽപ്പെട്ടിട്ടുള്ളവരെല്ലാം തന്നെ മരിച്ചു കഴിഞ്ഞാൽ അവരുടെ ശരീരത്തെ എല്ലാം തന്നെ ഹോമപദാർത്ഥമാക്കി മാറ്റിയിട്ടാണ് ചിതയിൽ വയ്ക്കുന്നത്. മറ്റുള്ളവർക്ക് ആ സംസ്കാരം ഇല്ലാതെ പോയി എന്ന് മാത്രം. അപ്പൊ എല്ലാ തരത്തിലും ശരീരത്തെ ദഹിപ്പിക്കുന്ന രീതിയിലേക്ക് അഗ്നി കൂട്ടിക്കഴിഞ്ഞാൽ ശരീരത്തിൽ നിന്നുണ്ടാകുന്ന വാസനകളൊന്ന് നമുക്ക് ദഹിപ്പിക്കാം. അങ്ങനെ വരുമ്പോൾ ഇന്ദ്രിയങ്ങളെയെല്ലാം തന്നെ നമുക്ക് ഈ തപസ് കൊണ്ട് നിഗ്രഹിക്കാം. അങ്ങനെ നിഗ്രഹിച്ച വ്യക്തിയാണ് ഇന്ദ്രിയത്ത്. അപ്പൊ ഇന്ദ്രിയത്തിനെ ദഹിപ്പിക്കാനോ അല്ലെങ്കിൽ നശിപ്പിക്കാനോ ഇപ്പൊ രാമന് പറ്റുമോ? രാമൻ പോന്നപ്പോ കൂടെ പെണ്ണും പിള്ളയും കൂടി പോന്നു, പിന്നെ വികാരങ്ങളൊപ്പം ഉണ്ട്.
അപ്പൊ പ്രകൃതി എന്ന് പറയുന്ന വികാരത്തെ കൂടെ കൊണ്ടുവന്നിരിക്കുന്ന രാമൻ വാസ്തവത്തിൽ 1 വർഷം മാത്രമേ രാവണന്റെ ഗ്രഹത്തിൽ മാറി നിന്നുള്ളൂ. അത്രയും കാലം മുഴുവൻ ഈ രാമന്റെ കൂടെ ഈ സീതാദേവിയുണ്ട്. അപ്പോൾ ബ്രഹ്മചര്യം എന്ന് പറയുന്നത് ഇല്ലാത്തൊരു കാലഘട്ടം. ബ്രഹ്മചര്യം അനിവാര്യമാണ് ഇന്ദ്രജിത്തിനെ നിഗ്രഹിക്കാനെന്ന് വന്നു. അപ്പോൾ ബ്രഹ്മചര്യം ആർക്കുണ്ട് എന്ന് ചോദിച്ചാൽ പാവ ഊർമിള. പലരും എഴുതുന്ന ലേഖനങ്ങളിലേക്ക് കഥാപാത്രമാണ് ഊർമിള. ഊർമിള ഇങ്ങനെ കഷ്ടപ്പെട്ട് കൊട്ടാരത്തിൽ ഈ പറയുന്ന ലക്ഷ്മണകുമാരനുമായിട്ട് വേർപെട്ട് കഴിയുന്നു എന്ന് പറയുമ്പോൾ അത് എന്തിനു വേണ്ടിയിട്ടെന്ന് ചിന്തിക്കുമ്പോഴാണ് ഈ അവസരം. ഊർമിളയും കൂടെ ഉണ്ടായിരുന്നുവെങ്കിൽ ബ്രഹ്മചാരിയെ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. രാവണനെയും കുംഭകർണനെയും കൊന്നിട്ട് കാര്യമില്ല, അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട സന്തതി ഇന്ദ്രിയത്ത് കൂടി ഇല്ലാതെയാകണം. അതിനു വേണ്ടിയിട്ടൊരു ബ്രഹ്മചാരി വേണം. ആരപ്പ ബ്രഹ്മചാരി? ഇവിടെ ലക്ഷ്മണകുമാരൻ. അപ്പോൾ ലക്ഷ്മണകുമാരന്റെ ജിതേന്ദ്രിയമായിരിക്കുന്നൊരവസ്ഥ, ആ ബ്രഹ്മചര്യ ദീക്ഷ, അങ്ങനെയുള്ള വ്യക്തിത്വത്തിന്റെ അപാരമായിട്ടുള്ള കഴിവ് അത് ഉപയോഗിച്ചുകൊണ്ട് ഇന്ദ്രിയത്തിനെ കൊല്ലുന്നു എന്ന്. ആ ഇന്ദ്രിയത്താണ് വാസ്തവത്തിൽ ബ്രഹ്മാസ്ത്രം തൊടുത്തുവിട്ടു. ഹനുമാൻ അംഗീകരിച്ചു, പ്രത്യേകിച്ച് ബ്രഹ്മാസ്ത്രത്തെ മാനിച്ചു. അതിന്റെ ഫലമായിട്ട് നിന്നു കൊടുത്തു, ഇരുന്നു കൊടുത്തു, കിടന്നു കൊടുത്തു, കെട്ടി എന്നിങ്ങനെ അഭിമാനിച്ചു. ബന്ധിച്ചുകൊണ്ട് രാവണന്റെ അടുത്തേക്ക് ഇങ്ങനെ കൊണ്ടുപോയി. അപ്പൊ രാമന്റെ അടുത്തേക്ക് പോയപ്പോൾ രാവണനോടൊപ്പം ഇരിക്കാനായിട്ട് വാലെല്ലാം തന്നെ ചുരുട്ടിക്കൂട്ടി നല്ലൊരു പീഠം ഉണ്ടാക്കി അവിടെ ഇരുന്നു എന്നല്ല കഥ. എന്തോ ആകട്ടെ, രാവണനുമായിട്ട് ഇങ്ങനെ മുഖാമുഖം ഇരുന്നു കൊണ്ട് സംസാരിക്കുന്ന ആ കൂട്ടത്തിലാണ് സീതാദേവിയെ കൊണ്ടുപോയി കൊടുക്കുക. നീ വാസ്തവത്തിൽ ദശപഥനസുതനിൽ അനിലതടിയനെ നിബന്ധിച്ച് തൻ പിതാവിൻ മുൻപിൽ വച്ചു വണങ്ങിനാൻ. പവനജനു മനസ്സിലൊരു പീഡയുണ്ടായില്ല. പണ്ടു ദേവന്മാർ കൊടുത്ത വരത്തിനാൽ നളിനതളനേത്രനാം രാമൻ തിരുവടി നാമാമൃതം ജപിച്ചിടും ജനം സദാ അമലകൃതി മധുമദന ഭക്തി വിശുദ്ധരായി അജ്ഞാന കർമ്മകൃത ബന്ധനം ക്ഷണാൽ സുചിരം സുചിരവിരചിതമപി വിമുച്ച ഹരിപദം സുസ്ഥിരം പ്രാപിക്കുമെന്നൊരു സംശയം. അവിടെയും രാമമന്ത്രത്തിന് മഹത്വം വിളിച്ചുകൂടി. രഘുതിലക ചരണയുഗവകതളിൽ വച്ചൂരു രാമദൂതന് ബന്ധം ഭവിച്ചിടുമോ? ബ്രഹ്മാസ്ത്രം കൊണ്ട് ബന്ധിച്ചു എന്ന് അവകാശവാദം ഉന്നയിക്കുന്ന അത് വിഡ്ഢിത്തം എന്ന് പറയുകയാണ് ഇവിടെ. മരണജനിമയ വികൃതി ബന്ധമില്ലാതോർക്ക് മറ്റുള്ള ബന്ധനം കൊണ്ട് എന്തു ബന്ധനം? അപ്പൊ വാസ്തവത്തിൽ യാതൊരു ബന്ധനവും ഇവിടെ നടന്നിട്ടില്ല. എങ്കിലും അതെല്ലാം അംഗീകരിച്ചുകൊണ്ട് രാവണന്റെ മുമ്പിൽ ചെന്നിരിക്കുന്ന ആ ഹനുമാൻ പറയുന്ന കാര്യങ്ങളിൽ പ്രധാനപ്പെട്ട സംഗതി മാത്രം ഒന്ന് ചിന്തിച്ചു നോക്കൂ. വളരെ രസകരമായിട്ടുള്ള പറയുന്നു. ദശനിയുത ശതവയസ്സി ജീർണമെന്നാകിലും ദേഹികൾക്കേറ്റം പ്രിയം ദേഹമോർക്ക് നീ. വേദാന്തം പറയുകയാണ് ഹനുമാൻ. ശരീരമെടുത്തവർക്കെല്ലാം തന്നെ ശരീരത്തിലുള്ള പ്രാധാന്യമുണ്ട്. അതുകൊണ്ടാണ് നിന്റെ മകൻ അക്ഷകുമാരൻ വന്നപ്പോൾ തച്ചു വന്നത്. അതുപോലെ ഈ രാക്ഷസന്മാർ ഓരോരുത്തർ വന്നപ്പോൾ ശരീരത്തെ രക്ഷിക്കാനായിട്ട് ഞാൻ കൊന്നു. അത് വാസ്തവത്തിൽ ആവശ്യമായതുകൊണ്ട് ചെയ്തതാണ്. എന്നിട്ട് ത്യജമനസി ദശപഥന രാക്ഷസീം ബുദ്ധിയെ ദേവീം ഗതിയെ സമാശ്രയിച്ചിടും നീ. അല്ലയോ ദശപഥന, നീ രാക്ഷസീയമായിട്ടുള്ള ബുദ്ധി സീതാദേവിയെ ഇങ്ങനെ അപഹരിച്ചുകൊണ്ട് വന്ന വികൃതമായിരിക്കുന്ന ചിന്ത അതെല്ലാം തന്നെ ഉപേക്ഷിക്കേ. എന്നിട്ടോ അത് ജനന മരണഭയനാശിനി നിർണയം അന്യയായുള്ളത് സംസാരകാരിണി. അമൃത എല്ലാ തരത്തിലും സംസാരത്തിൽപ്പെട്ട് ഉഴലുന്നു. അതുകൊണ്ട് നീ എന്ത് വേണം? കളകതവഹൃതി സപതി തത്വബോധേന നീ കാമകോപദ്വേഷലോഭമോഹാദികൾ കമലഭവസുതനയനം നന്ദനനാകയാൽ കർപ്പുരഭാവം പരിഗ്രഹിയായിക നീ. ധനുജസുര മനുജ ഖഗമൃഗ ഭുജക ഭേദേന ദേഹാത്മബുദ്ധിയെ സന്ധ്യജിച്ചിടോ നീ. പ്രകൃതി ഗുണപരവശതയാ ബദ്ധനായി വരും പ്രാണദേഹങ്ങൾ ആത്മാവല്ലറികടോ. നല്ലൊരു ഉപദേശം കൊടുത്തു. ഇതൊക്കെ വാസ്തവത്തിൽ രാവണൻ അറിഞ്ഞുകൂടാഞ്ഞിട്ടാണോ? സീതാദേവിയോട് പറയുന്ന സന്ദർഭത്തിൽ ഇതിനേക്കാൾ ഭംഗിയായ വേദാന്തം അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷെ ഇതെല്ലാം തന്നെ നിയതിഗതി എന്ന് പറയാം. ഇത് സംഭവിച്ചേ മതിയോ. കാരണം എന്താ? ജയവിജയന്മാരെന്ന് പറയുന്ന കാവൽക്കാരൻ അവരിങ്ങനെ 3 വട്ടം ജനിക്കേണ്ടത് ശാപത്തിന്റെ ഫലമാണ്. അങ്ങനെ 3 പ്രാവശ്യം ജനിക്കുമ്പോൾ ഭഗവാൻ തന്നെ അവതരിക്കേണ്ടതും വിധിയുടെ മഹിമയാണ്. അത്തരത്തിൽ അവതരിച്ചിട്ട് വേണം ഇവരെ രക്ഷിക്കാൻ. അക്കൂട്ടത്തിൽ 1 കഴിഞ്ഞു, 2ാമത് വരുന്നു. അതെല്ലാം തന്നെ വിധി മഹിമ. അതെല്ലാം തന്നെ നമുക്ക് ലംഘിക്കാൻ കഴിയില്ല. ഇതെല്ലാം തന്നെ പറഞ്ഞ് ഏതായാലും ഇങ്ങനെ കൃതവചനങ്ങൾ അല്ലെങ്കിൽ ശാസിക്കുന്ന രീതിയിലുള്ള പദപ്രയോഗങ്ങൾ കേട്ടപ്പോൾ ക്രുദ്ധനായിട്ടുള്ള രാവണൻ ഇയാളെ കൊല്ലാനായിട്ട് ഇങ്ങനെ പറഞ്ഞപ്പോൾ പ്രഹസ്തൻ വാളുവോങ്ങിക്കൊണ്ട് കൊല്ലാനെടുത്തപ്പോൾ വിഭീഷണൻ എന്താ പറഞ്ഞത്? അരുതരുത ദുരിതമിതദൂതനെ കൊല്ലുകെന്ന് ആർക്കടുത്തു നൃപന്മാർക്കു ചൊല്ലിയിടുവിൻ. ഇവന് ഭയം ഇവിടെ വിരവോട് കൊന്നിരിനാൽ അങ്ങനെ അറിയുന്നത് രാഘവൻ
അതിന് പുനരിവനടയാളമുണ്ടാക്കി നാം അങ്ങയെ കേണം, അതല്ലോ നിർമോചിതം. ഏതായാലും വിഭീഷണൻ പറഞ്ഞ വാക്ക് കേട്ടിട്ട് വാലുമ ചുറ്റി തുണികളെല്ലാം തന്നെ ഇങ്ങനെ വേഷ്ടിച്ചുകൊണ്ട് തീ കൊളുത്താനായിട്ട് ഇങ്ങനെ ഒരുപ്പെടുകയാണ്. അപ്പൊ ഇവിടെയെല്ലാം തന്നെ നമ്മൾ കാണേണ്ടത് ശക്തനായിരിക്കുന്ന ഹനുമാൻ രാവണനുമായിട്ട് കണ്ടുമുട്ടാൻ പ്രയത്നിക്കുന്ന രംഗമാണ്. ഒരു ദൂതൻ വന്ന കാര്യങ്ങളെല്ലാം തന്നെ സീതാദേവിയോട് പറഞ്ഞ് സ്വകാര്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ട് പോയാൽ പോരാ, ഞാനിവിടെ വന്നിരുന്നു എന്നും ഞാൻ ഇത്തരത്തിൽ കാര്യങ്ങൾ നിർവഹിച്ചത് രാമന്റെ മഹിമ അറിയിക്കാനാണ് എന്ന് കൂടി പറഞ്ഞാലേ ദൂതന്റെ ഒരു പൂർണ്ണത കൈവരിക്കാൻ സാധിക്കുന്നുള്ളൂ. അതുകൂടി സാധിച്ചിട്ടാണ് ഇവിടെ വാസ്തവത്തിൽ തന്റെ മുമ്പില് ഈ പറയുന്ന രാവണന്റെ മുമ്പിൽ ഇരിക്കുന്ന ഹനുമാൻ തന്റെ കർത്തവ്യമെല്ലാം തന്നെ പൂർത്തീകരിച്ച് ഇനി എന്താ ബാക്കി ചെയ്യേണ്ടത്. ആ സമയത്താണ് വാസ്തവത്തിൽ വാലിനെ ഈ പറയുന്ന തുണിയെല്ലാം തന്നെ ചുറ്റി എണ്ണ ഒഴിച്ചുകൊണ്ട് തീ കൊളുത്താനുള്ള നിർദ്ദേശം വന്നു. അത് നടക്കട്ടെ എന്ന് കരുതി ഇദ്ദേഹവും അതിന് നിന്ന് കൊടുത്തു. എന്നിട്ട് ആ തീയും കൊണ്ട് ഈ ലങ്കയെ മുഴുവൻ ചുട്ടുഭസ്മമാക്കി. നമുക്ക് ചിന്തിക്കാനുള്ള വിഷയം അവിടെ നിർത്തിയിട്ട്, ഒന്ന് ലങ്കാദഹനവും ഒന്ന് ലങ്കാ മർദ്ദനവുമാണ്. ലങ്ക എന്ന് പറയുന്നത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്നറിയില്ല. കാലം എന്നുള്ളത് തിരിച്ചിട്ടാൽ ലങ്ക, മര എന്നുള്ളത് തിരിച്ചിട്ടാൽ രാമ, സോഹം എന്നുള്ളത് മറിച്ചിട്ടാൽ ഹംസ, സിംഹ എന്നുള്ളത് മറിച്ചിട്ടാൽ ഹിംസ, വശി എന്നുള്ളത് തിരിച്ചിട്ടാൽ ശിവ. അപ്പൊ ഇതെല്ലാം തന്നെ നമ്മുടെ സനാതന മാർഗത്തിലെ ഉപദേശങ്ങളിൽ പെട്ടു വരുന്നതാണ്. അപ്പൊ ഇവിടെ ഈ കാലം വാസ്തവത്തിൽ എല്ലാത്തിനും കാരണമാണ്. ജനിക്കാൻ കാരണം, മരിക്കാൻ കാരണം. അപ്പൊ ഇവിടെ എന്തെല്ലാം നടക്കുന്നു അതിനെല്ലാത്തിനും കാരണം എന്താ? കാലമാണ്. ആ കാലം മറിച്ചിട്ടോ അല്ലെങ്കിൽ ആ കാലത്തിനതീതമായിട്ട് ജീവിക്കാമെന്ന് വ്യാമോഹിച്ചു രാവണൻ ലോകത്തെ മുഴുവൻ പിടിച്ചു നിർത്തി, നവഗ്രഹങ്ങളെയെല്ലാം തന്നെ ചെപ്പടിക്ക് നിർത്തി, കൈലാസനാഥനായിരിക്കുന്ന ശിവനെ പോലും പേടിപ്പിച്ചിട്ട് ചന്ദ്രഹാസനെല്ലാം തന്നെ വാങ്ങിയെടുത്തു. അത്രമാത്രം ശക്തനാണ്. അപ്പൊ അങ്ങനെയുള്ള ഈ രാവണന്റെ ലങ്ക അത് ചുടുക, അതിനു മുമ്പ് മർദ്ദിക്കുക. അപ്പൊ കാലത്തെയെല്ലാം തന്നെ മർദ്ദിച്ച് അവശനാക്കുക. ഒന്നുകൂടി നിങ്ങൾ ചിന്തിക്കാൻ തയ്യാറുണ്ടെങ്കിൽ അത് പറഞ്ഞ് നിർത്താം. വിശപ്പ് തുടങ്ങി, ഉറക്കം തുടങ്ങി. അപ്പൊ ഏതായാലും വാസ്തവത്തിൽ കാലത്തെ വർദ്ധിക്കുക എന്ന് പറഞ്ഞാൽ ഇന്നലെ, ഇന്ന്, നാളെ, നേരത്തെ പറഞ്ഞത് ഒന്നുകൂടി കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇന്നലെ, ഇന്ന്, നാളെ എന്ന് പറയുന്ന സംഗതികളെല്ലാം തന്നെ നമ്മൾ മർദ്ദിച്ചില്ല എങ്കിൽ നമ്മൾ ശബരിമലയിൽ കാണുന്ന ശാസ്താവിന് കൊടുത്തിരിക്കുന്ന പേര് മഹിഷി മർദ്ദകൻ എന്നാണ്. മഹിഷി എന്ന് പറയുന്ന പ്രകൃതിയാണ്. അതിനെ മർദ്ദിച്ച് ഇടിച്ച് ഇന്നത്തെ മാസേജിംഗ് ഒന്നുമല്ല. ഇന്നിപ്പോ അതൊരു പ്രത്യേക ചികിത്സാ സമ്പ്രദായമാണ് കാശുണ്ടാക്കാൻ. അപ്പൊ അതൊന്നുമല്ല ഇദ്ദേഹം നടത്തിയത്. നല്ലപോലെ ഈ പറഞ്ഞ മഹിഷി എന്ന് പറയുന്ന പെൺ എരുമ അല്ലെ, ആ എരുമയെ ഇടിച്ച് തന്റെ വശത്താക്കി. അതുപോലെ മഹിഷാസുരമർദ്ദിനി എന്ന് പറയുന്ന ദേവിയാണെങ്കിലും കൊന്നു. അത് ദുഷ്ടരായിരിക്കുന്ന ഒരു പോത്തിനെയാണ്. അപ്പൊ പോത്ത എരുമ എന്ന് പറയുന്ന രണ്ട് കഥാപാത്രങ്ങളെയും മർദ്ദിച്ച് നേരെയാക്കുന്ന രീതി. ഇവിടെ ഈ ലങ്കയെ മർദ്ദിച്ച് നേരെയാക്കുക എന്ന് പറഞ്ഞാൽ കാലത്തിന് അതീതമായിട്ടുള്ള അവസ്ഥയിലേക്ക് എത്തുക. കാലത്തിനതീതമായിട്ടുള്ള അവസ്ഥയിലേക്ക് എത്തണമെങ്കിൽ നിങ്ങൾ ഇരുന്ന് ധ്യാനിച്ച് മനോമുഖരത്തിൽ നമ്മൾ ഇന്നലെ ഇന്നും നാളെയും ഇല്ലാതെയാക്കിയിട്ട് ഏതൊരു പ്രകാരത്തിലാണോ രാമൻ ത്രയംബകം എന്ന് പറഞ്ഞ് വില്ലൊടിച്ചത്, ഏതൊരു പ്രകാരത്തിലാണോ ഈ വില്ലൊടിച്ചതിന് ശേഷം ജാനകി എന്ന് പറയുന്ന വൈദേഹിയെ കിട്ടിയത്, ദേഹമില്ലാത്തവൾ. അപ്പൊ അതേ രീതിയിൽ സ്വരൂപനായിരിക്കുന്ന ഭഗവാന് ആത്മസ്വരൂപിണിയായിരിക്കുന്ന ഭാര്യയെ കിട്ടിയത്. ഇതെല്ലാം തന്നെ സാധിക്കണമെങ്കിൽ എന്ത് വേണം? കാലത്തെ മർദ്ദിക്കണം. കാലത്തെ എഴുന്നേറ്റ് കാലത്തെ പിടിച്ച് ഇടിക്കുക. ഒരു 10-12 ഇടി. ഉച്ചയ്ക്ക് ഒരു 10-12 ഇടി. വൈകുന്നേരം ഒരു 10-12. ഇങ്ങനെ ഇടിക്കുന്ന രംഗമാണ് മുട്ടുവിൻ തുറക്കപ്പെടുക എന്നെല്ലാം ബൈബിളിൽ പറഞ്ഞു. പക്ഷെ അവർക്ക് മുട്ടൻ എവിടെയാണ് മുട്ടേണ്ടതെന്ന് ഇവിടെ നമ്മുടെ അമ്പലത്തിലും അതിൽ വീട്ടിലൊക്കെ ഒന്ന് മുട്ടി നമ്മളെ പിടിച്ചുകൊണ്ടുപോയി പോയി അവരിപ്പോ പഠിച്ചപ്പോ ഇപ്പൊ അവർ ജിഹാദം പറഞ്ഞുകൊണ്ടിരിക്കുക. അവരും പഠിച്ച് മറ്റുള്ളവർ പിടിച്ചുകൊണ്ടുപോകാൻ തുടങ്ങി. അപ്പൊ എല്ലാ തരത്തിലും മുട്ടേണ്ട സ്ഥലത്ത് മുട്ടാൻ അറിഞ്ഞുകൂടാതെ വന്നാലും, മർദ്ദിക്കേണ്ട സ്ഥലത്ത് മർദ്ദിക്കാൻ അറിഞ്ഞുകൂടാതെ വന്നാലും നേട്ടങ്ങൾ കിട്ടുകയില്ല. ചെത്തുകാരന്റെ കഥ നിങ്ങളോട് പറഞ്ഞിട്ടൊന്നും അറിയില്ല. ചെത്ത് ഇപ്പൊ തെങ്ങയില്ല എങ്കിൽ തന്നെ നല്ല തട്ടല്ലാണ് ചൊട്ട. അതെല്ലാം തന്നെ നല്ല രീതിയിൽ 3 നേരം ഇങ്ങനെ മുട്ടുന്ന രീതിയാണ് ചെത്തുകാരന്റെ പ്രവൃത്തി. ആ 3 നേരം മുട്ടുന്ന, മുകളിലേക്ക് മുട്ടും, താഴത്തേക്ക് മുട്ടാതെ വരും, വീണ്ടും മുട്ടും. അങ്ങനെ മുട്ടി ഇതിലുള്ള ആ സത്ത അതിനെയെല്ലാം തന്നെ ഇച്ചിട്ട് ഇപ്പൊ കുടത്തിലേക്ക് വീഴ്ത്തും. വൈകുന്നേരം ആവുമ്പോൾ നല്ല അല്ലിക്കള്ള് കിട്ടും. അത് മധു. അപ്പൊ കാലത്തെ അതിജീവിക്കുകയാണ്. ത്രികാല പൂജ കൊണ്ട്, 3 നേരത്തെ പൂജ കൊണ്ട് കാലത്തെ അതിജീവിച്ച് നമ്മൾ വാസ്തവത്തിൽ ശരീരത്തെയെല്ലാം തന്നെ മെരുക്കിയിട്ട് കിട്ടേണ്ടതായിട്ടുള്ള അമൃതത്തെ സമ്പാദിക്കുന്നു എന്ന്. അപ്പൊ ലങ്കയെ വർദ്ധിക്കുന്നതിന് വേണ്ടിയിട്ട കാലത്തെ അതിജീവിച്ചുകൊണ്ട് കാലം കൊണ്ട് ജനിച്ച ശരീരത്തെയും കാലം കൊണ്ട് മരിക്കാൻ വിധിക്കപ്പെട്ട ഈ ശരീരത്തെയും പ്രപഞ്ചത്തെയും അതിനെയെല്ലാം നല്ല രീതിയിൽ തട്ടി മുട്ടി പൊട്ടി അത് പൊട്ടാതെ ഒരു പ്രത്യേക രീതിയിൽ കൈകാര്യം ചെയ്ത് അങ്ങനെ മധു എന്ന് പറയുന്ന ഏറ്റവും രസാർദ്രമായിരിക്കുന്ന സംഗതി സ്ഥിതിവിശേഷം സൃഷ്ടിച്ചു.
കൊല്ലാനല്ല. വാസ്തവത്തിൽ തല്ലി ഉടയ്ക്കാൻ വേണ്ടിയിട്ടല്ല. അവിടെ വാസ്തവം മർദ്ദിക്കുക എന്ന് പറഞ്ഞാൽ കുറെ അധികം കാര്യങ്ങൾ ചെയ്തു. ഇനിയെങ്കിലും നേരെയാകുമോ എന്ന് നോക്കാം. നട്ടെല്ലിന്റെ താഴത്ത് നിന്ന് നമ്മൾ പതുക്കെ പതുക്കെ മുട്ടി മുകളിലേക്ക് കയറണം എന്നാണ് ഇതിന്റെ അർത്ഥം. കാലം കൊണ്ട് ജനിച്ച ഈ ശരീരം, കാലം കൊണ്ടുണ്ടായ ഈ ശരീരം, കാലം കൊണ്ട് പട്ടുപോകുന്ന ഈ ശരീരം, നശിച്ചു പോകുന്ന ഈ ശരീരം, അതിനെയെല്ലാം തന്നെ അതിജീവിക്കാനായിട്ട് ഇട്ടു തന്നിരിക്കുന്ന നട്ടല്, അതിനെ ഇങ്ങനെ മുട്ടി മുട്ടി നമ്മൾ അതിനെ മർദ്ദിച്ച് നമ്മൾ മുകളിലേക്ക് എത്തുമ്പോൾ കിട്ടുന്ന ആ രംഗം, അത് ലങ്കാമർദ്ദനത്തിലൂടെ ഹനുമാൻ സാധിക്കുക. രാക്ഷസീയ പ്രകൃതികളെ എല്ലാം തന്നെ നിഗ്രഹിച്ചുകൊണ്ട്, അതായത് നമ്മുടെ വികാരങ്ങളെയും അത്തരത്തിൽ വിഷയവാസനകളെയും എല്ലാം തന്നെ ഇങ്ങനെ മർദ്ദിച്ചുകൊണ്ട് ഒടുവിൽ അതിനെയെല്ലാം ശമന്തമം എന്ന് പറയുന്ന രീതിയിൽ അടക്കി ഭരിച്ചുകൊണ്ട് അതിനെ കത്തിച്ചു എന്ന് പറയുമ്പോൾ അതിനി ഉണരാൻ പറ്റാത്ത രീതിയിലാക്കി. ഭൂതി പരിപൂർണമായുള്ള ലങ്കയും ഭൂതി പരിപൂർണമായി വന്നത് അത്ഭുതം എന്ന് പ്രയോഗം. അപ്പൊ ഇവിടെയെല്ലാം തന്നെ അധ്യാത്മരാമായണമായതുകൊണ്ട് ആ അധ്യാത്മചിന്തയിലൂടെ തന്നെ നമ്മൾ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക. എല്ലാ തരത്തിലും രാമന്റെ സാന്നിധ്യവും ഒപ്പം ഈ രാമഭക്തനായിരിക്കുന്ന രുദ്രാവതാരം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഈ ഹനുമാന്റെ സാന്നിധ്യവും നിങ്ങൾക്കുണ്ടാകട്ടെ. സാക്ഷാൽ മുരുകന്റെ സാന്നിധ്യത്തിൽ ഇതെല്ലാം തന്നെ മനസ്സിലാക്കാനുള്ള ഇടയും വരട്ടെ. അപ്പൊ ലങ്കാമർദ്ദനം, ലങ്കാതകനം ഇതെല്ലാം തന്നെ കഴിഞ്ഞിട്ട് ചാടി ഇക്കരയ്ക്ക് വന്നു കാര്യങ്ങളെല്ലാം തന്നെ ധരിപ്പിച്ച് അങ്ങനെ ചാടിക്കടന്ന ഹനുമാനെ പോലെ രാമനക്കര കടക്കാൻ കഴിയുന്നില്ല. രാമനും കൂട്ടിലും എല്ലാവരും കൂടി കല്ലും കട്ടയൊക്കെ കൊണ്ടുവന്നിട്ട് സേതുവില് ഒരു ബ്രിഡ്ജെല്ലാം തന്നെ ഉണ്ടാക്കിയിട്ടാണ് കര കടക്കുന്നത്. നോക്കൂ, രാമഭക്തന് സാധിച്ചത് രാമന് സാധിക്കുന്നില്ല എന്ന്. സാധിക്കാത്തതല്ല, സത്യത്തിൽ സാധിക്കുന്ന കാര്യം കാട്ടാത്തതല്ല. അത് വാസ്തവത്തിൽ അതിന്റെ ആവശ്യമില്ല. നമ്മൾ പ്രയത്നിച്ച് കാര്യങ്ങൾ ചെയ്യണം. രാമൻ ജാഗ്രത അവസ്ഥയുടെ അവതാരമാണ്. ശ്രദ്ധിക്കുക, കൃഷ്ണൻ സ്വപ്നാവസ്ഥയിലെ അവതാരമാണ്. കൃഷ്ണൻ സ്വപ്നാവസ്ഥയിലെ അവതാരമായതുകൊണ്ട് 15 ദിവസമായപ്പോഴേക്കും പൂതനെ കൊല്ലുന്ന കാണാം, 28 ദിവസമായപ്പോൾ ശകടാസുരനെ കൊല്ലുന്ന കാണാം, 1 വർഷമായപ്പോഴേക്കും തൃണാവർത്തനെ കൊല്ലുന്നത്. ഇതൊക്കെ അത്ഭുതം നടക്കും ഇതൊക്കെ. അപ്പൊ ഇതെല്ലാം തന്നെ നടന്നു എന്ന് പറയുന്നത് സ്വപ്നത്തിലാണ്. അപ്പൊ സ്വപ്നാടനം നടത്തുന്ന കൃഷ്ണനും ജാഗ്രത അവസ്ഥയിൽ കാര്യങ്ങളെല്ലാം തന്നെ കൊരങ്ങന്മാരെയും മറ്റൊക്കെ കൂട്ടുപിടിച്ചുകൊണ്ട് നടത്തുന്ന രാമനും തമ്മിൽ അജഗജാന്തരമുണ്ട്. ഈ രാമൻ എന്ന് പറയുന്ന ത്രിപുരാക്ഷേത്രത്തിലെ രാമന്റെ സാന്നിധ്യം ഹനുമാനോടൊപ്പം നമ്മൾ അനുഭവിച്ചിട്ട് അവിടെ ചെന്നാൽ സ്വപ്നാടനത്തിൽ പെടാതിരിക്കാം. എവിടെ നേരെ കുറിച്ച് രാമനെ സ്വാധീനിച്ച് ജാഗ്രത അവസ്ഥയിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്താൽ സ്വപ്നാവസ്ഥയിൽ ആ സുന്ദരമായിരിക്കുന്ന ഈ കൃഷ്ണന്റെ ലീലകൾ കണ്ട് നമുക്ക് ലക്ഷ്യത്തിലേക്ക് എത്താം. അപ്പൊ തൃപ്രയാറുകൂടി ഗുരുവായൂർ, അപ്പൊ തൃപ്രയാറുകൂടി ഗുരുവായൂരൊക്കെ പോകണം. അതിന്റെ ഇടയ്ക്ക് ഇവിടെ നാലമ്പല ദർശനം. എന്തിനാണോ ഈ നാലമ്പല ദർശനം? അപ്പൊ എനിക്ക് ഇടയ്ക്ക് പോകുന്ന ഞാൻ തൃപ്രയാറ് പറയുകയും ചെയ്തു, ഞാൻ വീട്ടിലൊരു അമ്പലം ഉണ്ടാക്കാൻ പോവാ. കിഴക്കോട്ട് രാമൻ, പടിഞ്ഞാട്ട് ലക്ഷ്മണൻ, തെക്കോട്ടും വടക്കോട്ടും ഒരു ശ്രീകോവിലിന്റെ ഉള്ളില് തെക്കോട്ടും വടക്കോട്ടേക്കും ഭരതശത്രുഘ്നന്മാര്. അങ്ങനെ അവരെ പ്രതീക്ഷിച്ചിട്ട് ഇങ്ങനെ നോട്ടീസിലും അല്ലെങ്കിൽ പത്രത്തിൽ കൊടുക്കും, ദേവിടെ നാലമ്പല ദർശനമുണ്ട്, ഓടി നടക്കട്ടെ, ഇവിടെ വന്ന് 4 പേരെയും ഒന്നിച്ച് കാണാം. സത്യത്തിൽ ആ അവസ്ഥയല്ലേ ഈ നാലമ്പല ദർശനത്തിലെ അന്ധകരണം എന്ന് പറയുന്ന, മനസ്സബുദ്ധിയത്വം അഹങ്കാരം എന്ന് പറയുന്ന, സാക്ഷാൽ വാസുദേവനും സംഘർഷനും പ്രദ്യുമ്നനും അനിരുദ്ധനും എന്ന് പറയുന്ന, രാമനും ഭരതനും ലക്ഷ്മണനും ശത്രുഘ്നനും കൂടിയ ആ 4 എന്ന് പറയുന്ന നമ്മുടെ ഉള്ളിൽ കൊള്ളുന്ന ആ അന്ധകരണമല്ലേ? അത് ആ രീതിയിൽ സഞ്ചരിക്കാതെ വലിയ വലിയ വണ്ടികൾ എടുത്ത് ഇങ്ങനെ ഇറങ്ങി തിരിച്ചേക്കാം. നേരം വിളക്ക് ഇറങ്ങും, വീട്ടുകാര്യങ്ങളെല്ലാം മിറ്റടിച്ചിട്ടില്ല, വിളക്ക് വച്ചിട്ടില്ല, വൈകുന്നേരത്തെ വിളക്ക് മുടങ്ങി, വീട്ടിലൊന്നും ചെയ്തിട്ടില്ല, ഇപ്പൊ കിട്ടുന്നു പറഞ്ഞുകൂടെ, എന്തിപ്പൊ കിട്ടും? ഒന്നും കിട്ടിയില്ല. ഞാനിതെല്ലാം തന്നെ പറയുമ്പോൾ നിങ്ങളെ അതിന് ശുഷ്കമായിട്ടുള്ള ഒരു വിമർശനമായിട്ട് എടുക്കരുത്. നമ്മൾ ഇത്തരത്തിൽ പ്രവൃത്തികൾ ചെയ്യുമ്പോൾ മാനസികമായിട്ട് കൂടി നമ്മൾ ഉണർന്ന് ഉയർന്നിരിക്കണം. അല്ല വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഓടിയാൽ എന്ത് കിട്ടാനാ? അപ്പൊ എല്ലാ തരത്തിലും ഇവിടെ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ പ്രവൃത്തി രാമായണ സഭയ്യ അത് ശ്രേഷ്ഠമാണ്. പ്രത്യേകിച്ചും നിങ്ങൾ കേട്ട് കാണാം, പുത്തേഴുത്ത് രാമൻ മേനോൻ ഇരിങ്ങാലക്കുടക്കാരനാണ്. ആ പുത്തേഴുത്ത് രാമൻ മേനോൻ എന്നുള്ള വക്കീലിന്റെ മകളാണ് വാസ്തവ ലക്ഷ്മി കുമാരി. എവിടെ? കൊടുങ്ങല്ലൂര്. അപ്പൊ ഈ പുത്തേഴുത്ത് രാമന്റെ രാമായണ സഭയ്യ വക്കീലായിരുന്നിട്ട് കൂടി വളരെ ഗംഭീരമായിട്ട് രാമായണത്തിൽ പര്യടനം നടത്തി നല്ല ലേഖനങ്ങളും നല്ല ഒന്നാന്തര ഒരു പുസ്തകവും രചിച്ച് അവർക്ക് വന്നിട്ടുണ്ട്. സഭര്യ രാമായണത്തിലൂടെയുള്ള യാത്ര സഭര്യയാകണം. സഭര്യ എന്ന് പറഞ്ഞാൽ ഉപാസന. അപ്പോൾ നമ്മൾ ഈശ്വരോപാസന ചെയ്യുന്ന രീതിയിൽ തന്നെ രാമായണത്തിലൂടെ മുന്നോട്ട് പോവുക. എനിക്ക് 11 വയസ്സുള്ളപ്പോൾ ഞാൻ വായിച്ചു തുടങ്ങി, എനിക്ക് ഒന്നും അറിഞ്ഞൂടായിരുന്നു. പതുക്കെ പതുക്കെ വായിച്ചു ഒച്ചയും ബഹളമൊക്കെ വെച്ചിങ്ങനെ വായിച്ചു വന്ന് പിന്നാലെയാണ് ഇപ്പൊ 73 എന്ന് പറഞ്ഞാൽ 37 വയസ്സ് അത്രേ ആയിട്ടുള്ളൂ. അപ്പൊ ഏതായാലും ഇപ്പോഴും വാസ്തവത്തിൽ എന്തെങ്കിലും പിടികിട്ടിയോന്ന് നിങ്ങൾ ചോദിച്ചാൽ ഞാൻ പറയും മുഖ്യമോളി പറയാം, ഇങ്ങനെയൊക്കെ പ്രസംഗിച്ചെങ്കിൽ തന്നെ വല്ലതും കിട്ടിയോ? എന്ത് കിട്ടി? അപ്പൊ ഇതെല്ലാം തന്നെ നമ്മൾ പറയാറ് എന്താ ഏടാ, നമ്മൾ വേണ്ട രീതിയിൽ വിനിയോഗിക്കുന്നില്ല. നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും ബുദ്ധിയെയും
നമുക്ക് കിട്ടിയിരിക്കുന്ന പൂർവികമായിട്ടുള്ള സമ്പത്തിനെയും പൈതൃകത്തെയും വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യാത്തതുകൊണ്ട് നമുക്കൊന്നും കിട്ടിയിട്ടില്ല, കിട്ടിയെന്ന് വെറുതെ നുണ പറയുന്ന ആചാര്യന്മാരെന്ന ഇത്രയും കള്ളന്മാര് ലോകത്ത് വേറെയില്ല. പറ്റിക്കാൻ നിങ്ങളുടെ കാശൊക്കെ പിടിക്കി കൊണ്ടുപോകാൻ, പ്രത്യേകിച്ച് സ്ത്രീകളാ കൂടുതൽ. അങ്ങനെ മൃദുലമായിട്ടുള്ള നിങ്ങളുടെ വികാരം അല്ലെങ്കിൽ അങ്ങനെയുള്ള മനസ്സിലൊക്കെ സ്വീകരിച്ചുകൊണ്ട് കഴുത്തി കിടക്കുന്ന മാരെ കപ്പൂരി കൊടുക്കും. എനിക്ക് വേണ്ട കേട്ടോ, വെറുതെ വന്ന എനിക്കൊന്നും വേണ്ട. ഏതായാലും ഗുരുവായൂർ എന്നപ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് കത്തിയ കൊല്ലം ഞാൻ കണ്ട കാഴ്ച ഒരു തമിഴത്തി വന്ന കയ്യിലുള്ള വളകൾ ഇങ്ങനെ ഊരി ഊരി ഭഗവാൻ സോപാനപ്പടിയിൽ വെച്ച് കരയുന്നത് എന്താണോ ഒന്നും മനസ്സിലായില്ല എന്തൊക്കെയാണ്. അതേ രീതിയിൽ നമ്മളും ഇങ്ങനെ പേപിടിച്ച് കാണിക്കും. വല്ലതും കിട്ടുമൊന്നും കിട്ടൂല. സ്വർണ്ണം കൂടെ പോയി, ദേവസ്വം ബോർഡുകാർ കൊണ്ടുപോയി, അവർ ചിലതൊക്കെ അതൊക്കെ പോക്കറ്റിൽ എടുത്തിടും, ആരും കണ്ടിരിക്കും. അപ്പൊ ഇതെല്ലാം തന്നെ ചെയ്യുന്ന രീതിയിലേക്ക് പോകുമ്പോൾ വാസ്തവത്തിൽ എന്ത് ഗുണം? നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം തന്നെ ആത്മാർത്ഥമായിരിക്കണം, മാനസികമായിട്ട് നമ്മൾ ഡെവലപ്പ് ചെയ്തിരിക്കണം, ബൗദ്ധികമായിട്ടുള്ള നേട്ടത്തിന് വേണ്ടി നമ്മൾ പ്രയത്നിച്ചിരിക്കണം. മനസ്സ് എന്ന് പറയുന്നത് ചലിക്കുന്ന ഒന്നാണ്. മനസ്സിനെ വിട്ടുകൊടുക്കരുത്. ചിത്തത്തിലേക്ക് വരണം, നമ്മൾ ആലോചിച്ചുറപ്പിക്കണം. ആ മനനം ചെയ്യുന്ന രീതിയിലേക്ക് വരണം. ബുദ്ധി എന്ന് പറയുന്ന ദൃഢഭാവത്തിലേക്ക് എത്തിയിരിക്കണം. ഇതാണ് ജീവന്റെ ലക്ഷ്യം. മറന്നുപോകുമോ? ഇതെല്ലാം രാമായണത്തിലൂടെ സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വെള്ളക്കെട്ട് എന്തോരം ആയി എന്ന് പറഞ്ഞുകൂടാ. തിരിച്ചറിയ പോലെ നല്ല വെള്ളക്കെട്ട റോഡില്. ഞാൻ കരുതി നമ്മുടെ വണ്ടിയായ കാരണം ഇത്തിരി വീലിന്റെ ഇങ്ങനെ താഴ്ന്ന വണ്ടികളാണെങ്കിൽ അപ്പൊ കുഴപ്പമൊന്നാണ്. അപ്പൊ അത് കാരണം രക്ഷപ്പെട്ട് ഇങ്ങനെ നല്ല വെള്ളക്കെട്ട. മറ്റന്നാളെ എനിക്കറിയാം ആറാട്ടുകൂടെ വരെ ഒന്ന് തോന്നുന്നുണ്ട്. അവിടെ ഒരു അരക്കൂട്ടോ ഏതാണ്ട് ഈ അട നല്ല പണ്ട് ഇങ്ങനെ കഴിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള അട കിട്ടും. വെള്ളക്കെട്ടാവുമെന്നാണ്. അപ്പൊ ഏതായാലും ഇത്തരത്തിലുള്ള ഈ സന്ദർഭത്തിൽ ഇവിടെ വരാനും നിങ്ങളെ കണ്ടുകൊണ്ട് ഇത്തരത്തിൽ സുബ്രഹ്മണ്യ സവിധത്തില് ഇങ്ങനെ ആത്മാർത്ഥമായിട്ട് പറയാൻ അവസരം കിട്ടിയത് ഭഗവാന്റെ അനുഗ്രഹം. ഞാനും സുബ്രഹ്മണ്യ കഴിഞ്ഞ വർഷം പറഞ്ഞ പോലെ സുബ്രഹ്മണ്യന് നിതാന്തം നിത്യവും ആ സാക്ഷാൽ ഈ പഴനി ആണ്ടവരെ ഉപാസിച്ചു പോകുന്ന വ്യക്തിയാണ്. നിങ്ങളും അദ്ദേഹത്തെ വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്യുക. ഈ ഭക്തന്മാരല്ലെങ്കിൽ പറഞ്ഞ ഞങ്ങൾ ഒരാളന്മാരാണ്, ഞങ്ങൾ ഇതിന്റെ ഉടമസ്ഥരാണെന്നൊന്നും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അവരെല്ലാവരും തന്നെ വാസ്തവത്തിൽ വേണ്ട രീതിയിൽ വിട്ടുകൊടുക്കുക, ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുക. അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ ക്ഷേത്രം നന്നാവും. ക്ഷേത്രം നന്നായാലോ നാട് നന്നാവും, നാട് നന്നായാലോ ലോകം നന്നാവും. യാതൊരു സംശയമില്ല. പലയിടത്തും നമ്മുടെ ക്ഷേത്രങ്ങൾ മുടിഞ്ഞ് മുദ്രകുത്തി കിടക്കുക. ദേവസ്വം ബോർഡെല്ലാം തന്നെ ഉണ്ടാക്കുന്ന ശമ്പളം അടക്കാൻ വേണ്ടിയിട്ടാണ്. അമ്പലത്തിൽ വിളക്ക് കത്തിച്ചില്ലെങ്കിൽ അവർക്ക് വിരോധമൊന്നുമില്ല. ഭണ്ഡാരമെല്ലാം തന്നെ എണ്ണിത്തിട്ടപ്പെടുത്തി ജീവനക്കാർക്ക് ശമ്പളം വിതരണം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സമ്പ്രദായം, അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനായിട്ട് ദേവസ്വം ബോർഡുകൾ മാറി. ഇനി അങ്ങനെ പ്രതീക്ഷിച്ചാൽ മതി. അതിൽ കൂടുതലൊന്നും വരാനില്ല. ഞാനും ക്ഷേത്രങ്ങൾ പലതിന്റെ അഡ്വൈസറി കമ്മിറ്റി പ്രസിഡന്റൊക്കെ ഞാൻ ഇങ്ങനെ ഇരിക്കും, ഞാൻ ചിരിക്കും. എന്താ കാരണം? ഒരു കാര്യം നടക്കില്ല എന്ന് എനിക്കറിയാം. വന്ന് വ്യാമോഹിപ്പിക്കുന്ന പലതും പറഞ്ഞിട്ട് പോകും. ഈ പറയുന്ന ദേവസ്വം ബോർഡും പ്രസിഡന്റ്, ഞങ്ങളുടെ തിരുവാങ്കൂർ ദേവസ്വം ബോർഡും കൊച്ചി ദേവസ്വം ബോർഡിന്റെ അമ്പലങ്ങളും ഉണ്ട്. അപ്പൊ ഇങ്ങനെ ഓരോരുത്തരും വന്ന് മോഹിപ്പിക്കുന്ന അല്ലാതെ യാതൊരു കാര്യവും നടക്കില്ല. അഷ്ടബന്ധ കലശപ്പോ ഇനി അഷ്ടബന്ധ കലശം പോലുള്ള കൊടിവാര പ്രതിഷ്ഠ പോലും നടത്താന്ന് വെച്ചാലോ, അതിന് വരുന്ന തന്ത്രിമാരാണെങ്കിൽ നമ്മളെ മുക്കിക്കൊല്ലും, ഒരു ഞെക്കിയും കൊല്ലും. അപ്പൊ രണ്ടു വശത്തു നിന്ന് ഈ ഭക്തന്മാരെ ഞെക്കിയും മുക്കിയും കൊല്ലുന്ന രീതി ഒരു പ്രതിഷ്ഠ നടത്താന്ന് വെച്ചാൽ ലക്ഷങ്ങൾ ഉണ്ടാക്കണം. നിങ്ങൾ എവിടെ പോയി ഉണ്ടാക്കും? ഇപ്പൊ തന്നെ ഒരു ചെറിയ ശിവക്ഷേത്രം 10-18 ലക്ഷം രൂപ വേണമെന്ന് പറഞ്ഞുകൊണ്ട് പുരാണ ദിവസക്കാരുടെ അവരൊന്നും തരില്ല. നാട്ടുകാരിൽ നിന്ന് പിരിക്കുന്ന ഒരു 50-100 രൂപ വെച്ചാൽ എന്തോരം പിരിക്കും. അപ്പൊ ഇതെല്ലാം തന്നെ കഴിഞ്ഞിട്ട് 18 ലക്ഷം എങ്ങനെ ഉണ്ടാക്കും? അവിടുത്തെ അഡ്വൈസറി കമ്മിറ്റി പ്രസിഡന്റാ. അപ്പൊ ഈ രീതിയിൽ കാശുണ്ടാക്കിയിട്ട് അത് പൂർത്തീകരിച്ച് പെട്ടെന്ന് പ്രതിഷ്ഠ എടുത്തിരിക്കുക, അതും കഷ്ടം. അപ്പൊ എല്ലാ തരത്തിലും ഇതൊക്കെ നോക്കിക്കൊണ്ട് ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗം നമ്മളിങ്ങനെ കഷ്ടപ്പെട്ടുകൊണ്ട് വളരെ ബുദ്ധിമുട്ടി വട്ടി പിടിച്ചവൻ കടം വിട്ടിട്ടെ എന്നുള്ള വട്ടി പോകുമ്പോൾ കഷ്ടം തോന്നുന്ന നമ്മുടെ ഹിന്ദു സമൂഹം ഇതിനെല്ലാം തന്നെ വാസ്തവത്തിൽ അർത്ഥവത്തായിട്ടുള്ള സമീപനം കാഴ്ചവെക്കാത്തിടത്തോളം കാലം നമുക്ക് വാസ്തവത്തിൽ രക്ഷപ്പെടാൻ കഴിയില്ല. ആ രക്ഷപ്പെടാൻ കഴിയണമെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന പോലെ ഈ പ്രവൃത്തികൾ പൊതുജനങ്ങളുടെ മധ്യത്തിലേക്കും സാധാരണക്കാരുടെ ഇടയിലേക്കും ചെല്ലട്ടെ. രാമായണവും അതുപോലെ അടുത്ത കൊല്ലം വേണമെങ്കിൽ രാമായണമൊക്കെ വാങ്ങിക്കൊടുത്തു തരാം. എന്നാലെങ്കിലും വീട്ടിൽ നിങ്ങൾ തുറക്കണ്ട, വെറുതെ വെച്ച് കൊളുത്തി വെച്ച് ഇങ്ങനെ രാമ 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 അത് പറഞ്ഞോട്ടെ. തുറന്നാലേ കുഴപ്പമുള്ളൂ, തുറന്ന തലവേദന കൊടുക്കും. അപ്പൊ അതേ രീതിയിലൊന്നും വേണ്ട. രാമായണം വെച്ച് ആരാധിക്കുന്ന സമ്പ്രദായമെങ്കിലും രാമായണം ഓരോ വീടിനും ഉണ്ടാകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി അതിന് തന്നെ പല വിലയാണ്. കണ്ടവാനം കാശ് വാങ്ങുന്ന മാതൃഭൂമിക്കാരും മനോരമക്കാരും ഒക്കെ ഇങ്ങനെ കാശുണ്ടാക്കാൻ വേണ്ടി ഒരു വിദ്യ. അതിൽ വളരെ എല്ലാവർക്കും കിട്ടത്തക്ക ഈ ഗുരുവായൂർ പബ്ലിക്കേഷൻകാര് അവർ ചെയ്യുന്ന പോലെ ഇവിടെ ഭാഗവതം തീർന്നു, ഇനിയിപ്പോ രാമായണം ഉണ്ടോന്ന് അറിയില്ല. അപ്പൊ അതേ രീതിയിലുള്ള സമ്പ്രദായത്തിൽ കിട്ടിയാൽ നമുക്ക് നമ്മുടെ ആരും കെട്ടിയിരിപ്പൊന്നുമില്ലല്ലോ. അപ്പൊ അതേ രീതിയിലുള്ള സമ്പ്രദായത്തിലേക്ക് ഹിന്ദു സമൂഹത്തെ രക്ഷിക്കാനുള്ള എന്തെങ്കിലും നടത്തിയില്ല എങ്കിൽ നമ്മൾ അധപ്പതിച്ചില്ലാതെയാകും. അത് നോക്കിക്കൊണ്ടിരിക്കുകയാണ് മറ്റുള്ളവര്. നിങ്ങൾ ഇല്ലാതെയായിട്ട് വേണം കൊത്തിവലിക്കാൻ. ഈ ചത്ത് കിടക്കുന്നതിനെ കൊത്തിവലിക്കുന്ന കാക്കകളുടെ കൂട്ട് നമ്മളെ ആക്രമിക്കാൻ വേണ്ടി തുനിയുന്ന ചില മൃഗ സ്വരൂപങ്ങളായിട്ട് മാറിയിട്ട് മറ്റുള്ളവർ നോക്കിയിരിക്കുക. അപ്പൊ അത് ഇടപെടക്കാതെ നമ്മൾ നിലനിൽക്കുക, നമ്മുടെ സംസ്കാരം നിലനിർത്തുക, അതായിരിക്കട്ടെ നിങ്ങളുടെ ലക്ഷ്യം. നമുക്ക് മുരുകനെ ഒന്ന് ധ്യാനിക്കാം, രാമനെയും ധ്യാനിക്കാം. ഓം രാമായ രാമഭദ്രായ
രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പദയേ നമഃ. ഓം രാം രമായ നമഃ. ബാലാർക്കായുധ തേജസം ത്രിഭുവന പ്രക്ഷോഭകം സുന്ദരം സുഗ്രീവാദി സമസ്തവാനരഗണൈ സംസേവ്യപാദാംബുജം നാദേനൈവ സമസ്ത രാക്ഷസഗണാൻ സന്ത്രാസയന്തം പ്രഭും ശ്രീമദ് രാമപദാംബുജ സ്മൃതിരതം ധ്യായാമി വാദാത്മജം ധ്യായാമി വാദാത്മജം ധ്യായാമി വാദാത്മജം. സ്ഫുരന്മകുടപത്രകുണ്ടല വിഭൂഷിതം ജംബകസ്രജാകരിതഗന്ധരം കരയുഗേന ശക്തിം പവിന്ദധാനമഥവാ കടീകരിതവാമഹസ്തേഷ്ടത ഗുഹം കുസൃണഭാസുരം സ്മരതു വീരവാസോ വസം. ഹര ഹരോ ഹര 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 ഹരോ ഹര 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 ഹരോ